ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ എൻ്റെ തലയിലൊരു ബുദ്ധി എത്തിച്ച് ഫ്രണ്ട്സ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഈ ആടെന്താ ഇവിടെ നിൽക്കുന്നത് ഗൈസ്? ഇത് എന്തിനാണോ എന്നെ നോക്കിയിരിക്കുന്നത്? നമുക്ക് അല്ലേ ഗൈസ്, എന്താ നോട്ടം അതിൻ്റെ ഒരു ഇടികാടും കൂടെ കൊടുക്കും. അനക്കുള്ള ആളെ ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എന്നെ വെച്ചിട്ട് ഒരു ബിൽഡ് ചെയ്യാണ്ട്. അപ്പം അത് വരും വീഡിയോയിൽ ഞാൻ ചെയ്യും. അന്നെ ഞാൻ നരയിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേസ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇത് ഇത്തിരി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. പിന്നെ എൻ്റെ ബ്രെഡൊന്നും എടുക്കണം കേസ്, എൻ്റെ പങ്ക് നല്ല കുറഞ്ഞു. ഇനി നമുക്ക് ഈ ബ്രെഡും കഴിച്ചുകൊണ്ട് നമുക്കിവിടെ ഞാൻ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് കുറച്ച് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതാ വന്നു. പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റൂട്ട് ടു 50 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ബിൽഡ് ചെയ്തിട്ട് വരാം. നിങ്ങൾ എൻ്റെ ഒരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് വേട്ടാ. പിന്നെ ഇതിന് ഗ്ലാസ് കുറച്ചുള്ളൂ. അപ്പോൾ അത് അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ ഇനി സ്മെൽറ്റ് ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ട്യൂട്ടോറിയൽ കണ്ടിട്ടോ. ഓക്കെ, Hello， 美女，我先自我介绍。等我介绍完后，能否给我你的电话号？我不是海归，也不是富二代，但我依旧玩的饶舌到了现在。我不管别人对我会怎么说，只要不是往墙角 ，OK， 那就拜托，给我一次机会，让我在你面前说是什么，你也不会鸟我。Oh my god， 你不会担心跟我说真心话。Oh my god， 我现在到底该怎么办呢？我试了很多方法，结果都不通，到底什么在你眼里才不普通？我想做你心里那个赢家大股东，做你心里那个不会倒的不倒翁。你说你喜欢周杰伦的黑色幽默，真的抱歉我不会那首歌，让你寂寞时能否把一杯酒喝？以后要你坐上我的 Benz 跑车。哦，我又开始吹牛，吹的你都在笑话我，哈，真想说那不是我。ഓക്കെ ഫ്രണ്ട്സ്, ആണ് നമ്മൾ ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബിൽഡ് ചെയ്ത് നല്ലൊരു തീമും കൊടുത്തു കേസ്. നമ്മുടെ ചെറിയ ലോഗും പിന്നെ ഗ്ലാസ്സും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബേബി വില്ലേജറും ബ്രീഡായി വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ സംഭവം വർക്കിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ബ്രീഡർ ഇന്നത്തെ വീഡിയോയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനൊരു വൂൾ ഫാം അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ഫാമാണ് ഉണ്ടാക്കാൻ പോണെങ്കിൽ ഇത്തിരി എൻചാനിങ് സാധനങ്ങളൊക്കെ വേണം. പിന്നെ ഞാൻ പറയാൻ വെച്ചിട്ട് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ലെറ്റ്സ് പ്ലേയുടെ ഒരു 6 അല്ലെങ്കിൽ 7ാമത്തെ എപ്പിസോഡിൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം ഗൈസ്. അത് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അത് വില്ലേജർ നിലത്ത് ഈ തോന്നുന്ന ട്രാപ്പ് ഡോർ വെച്ച് സെറ്റായില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വഴി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ട്രാപ്പ് ഡോർ വെച്ച് അടച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വില്ലേജേഴ്സൊക്കെ വന്ന് വീണ സ്ഥലം. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കയറാനും വരാനും എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അതുമാത്രമല്ല, എൻ്റെ ബേസിന് നല്ല ദൂരത്താണ് ഈ ഇതുള്ള ട്രാപ്പ് ബ്രീഡർ. അതുകൊണ്ട് തന്നെ ഞാൻ ബേസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് റണ്ടർ ആവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഫിനിറ്റി വാട്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നിന്നോട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അല്ല, അയൺ ഡോർ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് ഞാൻ അത് വെച്ചാണ്. ഇനി നമുക്ക് മേലെ കയറിയിട്ട് എന്താ നോക്കാം. അതിലേക്ക് ട്രാപ്പ് ഡോർ വെച്ചാണ് ഇത്തിരി ഇതായിട്ടുള്ളത്. പിന്നെ രാവിലെ പോകാത്താണോ സംശയമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.